94ാമത് പുനരൈക്യ വാർഷികവും സഭാസംഗമവും സമാപിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 94ാമത് പുനരൈക്യ വാർഷികവും സഭാസംഗമവും 2024 സെപ്റ്റംബർ 20-21 തീയതികളിൽ പാറശാല വെങ്ങാനൂർ VPS മലങ്കര HSS സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് സുവിശേഷ സന്ധ്യ നടത്തപ്പെട്ടു. സെപ്റ്റംബർ 21 ഞായറാഴ്ച രാവിലെ 8 മുതൽ 10 വരെ സഭയുടെ വിവിധ സംഘടനകളുടെ സമ്മേളനം നടത്തപ്പെട്ടു. 10:30-ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 2024 സെപ്റ്റംബർ 21 മുതൽ 2025 സെപ്റ്റംബർ 19 വരെ നടത്തപ്പെടുന്ന വചനവർഷത്തിൻ്റെ ഉദ്ഘാടനം സഭയുടെ തലവനും പിതാവുമായ മൊറോൻ മോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നിർവഹിക്കുകയും ശേഷം 3-ാം മണി പ്രാർത്ഥനയും അതേ തുടർന്ന് മൊറോൻ മോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ പിതാക്കന്മാരുടെയും സഭയിലെ മറ്റ് വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് വചന സന്ദേശവും മൊറോൻ മോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പുനരൈക്യ സന്ദേശവും നൽകി. പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്കുള്ള തുടക്കം വചന വർഷമാചരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും പേരിൽ ഹൃദ്യമായ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. അഭിവന്യ ക്ലീമീസ് പിതാവ് പറയുകയുണ്ടായി, മറിബാനിയൂസ് പിതാവിൻ്റെ പുനരൈക്യ ശ്രമങ്ങൾക്ക് അഭിവന്യ കാളാശ്ശേരി പിതാവും അതുപോലെ അന്നത്തെ ബഹുമാനപ്പെട്ട പ്ലാസിഡ് അച്ഛനുമെല്ലാം നൽകിയ വലിയ പിന്തുണ, അതിലൂടെ സാർവത്രിക സഭയിൽ ഈ പൗരസ്ത്യ കത്തോലിക്ക സഭ മഹത്വമാർന്ന ശുശ്രൂഷകൾ നൽകാൻ തക്ക രീതിയിൽ വളർന്ന ഒരു ചരിത്രം, അതെല്ലാം നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. സമാപന വേളയിൽ അടുത്ത വർഷം 95ാമത് പുനരൈക്യ വാർഷികവും സഭാസംഗമവും നടത്തപ്പെടുന്നത് പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ ആയിരിക്കുമെന്ന് കാതോലിക്ക ബാവ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് കാതോലിക്ക പതാക നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചു. ശതാബ്ദി നിറവിൽ ബെഥനി സന്യാസിനി സമൂഹം. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായാൽ സ്ഥാപിതമായ ബെഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം ശതാബ്ദിയുടെ നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങളുടെ മുന്നോടിയായി സെപ്റ്റംബർ 10-ന് സമൂഹ സ്ഥാപകൻ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിലെ ഖബർ ചാപ്പലിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം സഭയുടെ തലവനും പിതാവുമായ മൊറോൻ മോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുകയും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഡോക്ടർ ആർദ്ര SIC ഏറ്റുവാങ്ങുകയും തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻഷ്യൽ ഹൗസിൽ എത്തിച്ചേരുകയും ചെയ്തു. സെപ്റ്റംബർ 18-ന് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ മൊറോൻ മോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റ് പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ശതാബ്ദിയുടെ തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് വചന സന്ദേശം നൽകി. ക്രമീകരണങ്ങൾക്ക് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഡോക്ടർ ആർദ്ര SIC നേതൃത്വം നൽകി. വചനവർഷം വൈദികർക്കായുള്ള പരിശീലനവും വൈദിക സമ്മേളനവും നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മാർത്താണ്ഡം ഭദ്രാസനത്തിലെ വൈദികർക്കായുള്ള പരിശീലനം സെപ്റ്റംബർ 17-ന് മാർത്താണ്ഡം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. മാർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പൊലീത്ത പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോസ് ബ്രൈറ്റ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൂരിയ മെത്രാനും ശതാബ്ദി ആഘോഷങ്ങളുടെ കോർഡിനേറ്ററുമായ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ജൂബിലി കോർഡിനേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ എഡയത്ത്, സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വചനവർഷ റിസോഴ്സ് ടീം പരിശീലനം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസനത്തിലെ ജയ്പൂർ ഇടവകയുടെ റിസോഴ്സ് ടീമിൻ്റെ പരിശീലനം സെപ്റ്റംബർ 14-ന് ജയ്പൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ ജോർജ് ചേനാട്ട് പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസനത്തിലെ ഡൽഹി റീജിയണിൻ്റെ റിസോഴ്സ് ടീമിൻ്റെ പരിശീലനം സെപ്റ്റംബർ 16-ന് ഡൽഹി നെപ്സറായ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന മുഖ്യ വികാരി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് വിനയാനന്ദ് OIC ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
കൂദാശ നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കഴക്കൂട്ടം വൈദിക ജില്ലയിലെ പുതുക്കിപ്പണിത കീരിക്കുഴി സെന്റ് നിക്കോളാസ് ദേവാലയത്തിൻ്റെ കൂദാശ സെപ്റ്റംബർ 14-ന് മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തുടർന്ന് തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികരും സന്യസ്തരും അൽമായരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ തിരുവനന്തപുരം വൈദിക ജില്ലയിലെ പുതുക്കിപ്പണിത നാലാഞ്ചിറ സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ മൂറോൻ കൂദാശ സെപ്റ്റംബർ 16-ന് മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റ് പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. സഭയിലെ വൈദികരും സന്യസ്തരും അൽമായരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. റാങ്ക് കരസ്ഥമാക്കി. MG യൂണിവേഴ്സിറ്റിയുടെ 2022-24 MCA ബാച്ചിൻ്റെ റിസൾട്ടിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കി തിരുവല്ല മാക്ഫെസ്റ്റ് കോളേജ് വിദ്യാർത്ഥിയും MCYM തിരുവല്ല അതിഭദ്രാസന സെക്രട്ടറിയുമായ കുമാരി നീതു മാത്യു ചിറയിൽ. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം വെണ്ണിയൂർ നിർമ്മല പ്രൊവിൻസിലെ സിസ്റ്റർ മേരി ക്രൂസ് DM സെപ്റ്റംബർ 17-ന് നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ സെപ്റ്റംബർ 18-ന് പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയൂസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വെണ്ണിയൂർ നിർമ്മല പ്രൊവിൻസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു.